കോതമംഗലം കറുകടത്ത് TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം. ആൺസുഹൃത്ത് പെൺകുട്ടിയെ മതം മാറാൻ പ്രേരിപ്പിച്ചെന്നും മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ശനിയാഴ്ചയാണ് സോന സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത്. കോതമംഗലം കറുകടത്ത് TTC വിദ്യാർത്ഥിനി സോനയെ ശനിയാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയുടെ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. ആൺസുഹൃത്ത് റമീസ് സോനയെ മതം മാറാൻ പ്രേരിപ്പിച്ചു. രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് റമീസിന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. വീട്ടുകാർ ഇതിന് കൂട്ടുനിന്നതായും പെൺകുട്ടിയുടെ കുടുംബത്തിന് പരാതിയുണ്ട്. എന്റെ മോള് വ്യക്തമായിട്ട് എഴുതിയിട്ടല്ലോ മരിച്ചിരിക്കുന്നത്. അവരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതിയിട്ടാ മരിച്ചു പോയത്. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതി വെച്ചിട്ട് മരിച്ചത്. മോള് നേരത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്നേഹമായിരുന്നു. റമീസും എൻ്റെ മോള് സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ UC കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ 3-4 വർഷങ്ങളായി. അപ്പോൾ കല്യാണം ആലോചിച്ചു. അവരുടെ ആളുകൾ വാപ്പയും ഇവിടെ കല്യാണം ആലോചിച്ച് വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവളുടെ അപ്പച്ചൻ മരിച്ചിട്ട് 38 ദിവസമായപ്പോഴാണ് അവർ ആലോചിച്ച് വന്നത്. അപ്പോൾ മോൻ പറഞ്ഞു, അവർ ഞങ്ങളോട് പറഞ്ഞു മതം മാറണം, മതം മാറിയില്ല അവരെ പള്ളിയിൽ നിന്ന് വെളിയിലാക്കും, മതം മാറിയാലാണ് കല്യാണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മോളും ഉണ്ടായിരുന്നു. മോളോട് ചോദിച്ചു മതം മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു റമീസിനെ കല്യാണം കഴിക്കാൻ മതം മാറാൻ കുഴപ്പമില്ല, താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോനും ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു അപ്പൻ്റെ ആണ്ട് മെയ് മാസം ആകുമ്പോൾ കഴിയും, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം, അത് ചെയ്യാം, കല്യാണം നടത്താം. അപ്പോൾ ചെറിയൊരു അഭിപ്രായം പറഞ്ഞു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മാറി എൻ്റെ പെങ്ങളല്ലേ, മതം മാറാതെ നമുക്ക് രജിസ്റ്റർ കല്യാണമാണെങ്കിൽ 2 കൂട്ടുകാർക്കും പ്രശ്നമില്ലല്ലോ, 2 സ്ഥലത്ത് ഫംഗ്ഷൻ വയ്ക്കാം. ആ ഒരു വാക്ക് മാത്രം പറഞ്ഞു. അവർ പറഞ്ഞു പക്ഷെ മതം മാറാതെ പറ്റില്ല, അവർക്ക് പൊന്നാനി പോയി ഇങ്ങനെ എന്തോ ക്ലാസ്സൊക്കെ ഉണ്ട്, അവിടെ പോയി മതം മാറണം എന്ന് അന്ന് പറഞ്ഞു. അന്ന് പിരിഞ്ഞു പോയി. അപ്പം 1 വർഷം കഴിഞ്ഞിട്ട് അവളുടെ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു പോയി. പിന്നെ അവർ നമ്മളെ വിളിച്ചിട്ടില്ല, അച്ഛനും അമ്മയൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല. ഇവർ തമ്മിൽ സംസാരമുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ച എങ്ങാണ്ട് ഇവനെ ഏതോ ലോഡ്ജിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചു. മോളത് കണ്ടുപിടിച്ചു. എന്നിട്ട് മോൾ അവിടെ പോയി വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോള് വലിയ മോശക്കാരിയാണ്, അവൾ ഇച്ചിരി വൈകിട്ട് ചെന്ന് സംസാരിച്ച രീതിക്ക് ഇവർ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ മോളൊരു തീരുമാനം എടുത്തു, ഞാൻ ഇനി മതം മാറില്ല. എന്നാലും അവനോട് സ്നേഹം പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ മതം മാറില്ല, രജിസ്റ്റർ കല്യാണം മാത്രം നടത്തുള്ളൂ. ഇനി റമീസ് നമുക്ക് രജിസ്റ്റർ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം, ഞാൻ മതം മാറില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് ഒരുവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് അത്രയും താഴാൻ പറ്റില്ല, മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഇവൾ അതും പറഞ്ഞിട്ട് കൂട്ടുകാരി അവളുടെ അടിമാലിലുണ്ട്, ഏതോ ഇരുമ്പ് പാലം. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്, അവളെ കാണാനായിട്ട് ഇവൾ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ റമീസ് പറഞ്ഞു അന്ന് രജിസ്റ്റർ കല്യാണം കഴിക്കാം, ഞായറാഴ്ച രജിസ്റ്റർ കല്യാണം കഴിക്കാം, വീട്ടിൽ ആലുവയിൽ പേപ്പറെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് വന്നു പറഞ്ഞു. ഒരു വൈകിട്ട് 5 മണിയായപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ വിളിച്ചു കാറിൽ കൊണ്ടുവന്നു. കാറിൽ പോരുമ്പോൾ 5 മണി കഴിഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് മെസ്സേജ് കിട്ടും, അമ്മേ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പോവുകയാണ്, മതം മാറുന്നില്ല എന്ന് ടൈപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ വന്നിട്ട് ബാക്കി പറയാം, ഇവനെ അറിയാതെ ഇടണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അവർ സമ്മതിച്ച മോളെ ഞാൻ വോയിസ് ഇട്ടിട്ട് ഇവള് പിന്നെ മറുപടി അയച്ചിട്ടില്ല. പക്ഷെ അവന് മതമായിരുന്നു, അവൻ്റെ മതം മാത്രം നോക്കിയുള്ളൂ, എൻ്റെ കൊച്ചിനെ നോക്കിയില്ല. അവളെ സ്നേഹിച്ചത് ശരിക്കുമായിരുന്നു. അവൾ പക്ഷെ എന്നോട് ഒരു വാക്ക് കൂടെ പറഞ്ഞു, അമ്മ ജീവിച്ചിരുന്നു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നും, എത്ര തെറ്റ് ചെയ്താൽ അവനെ സ്നേഹിച്ചു പോയതുകൊണ്ട്. മീസും എൻ്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഇഷ്ടത്തിലായി കഴിഞ്ഞിട്ട് വീട്ടിൽ കല്യാണാലോചനയായിട്ട് വന്നു. അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ അപ്പം മരിച്ചിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം കഴിയാതെ ഇനി ആണ്ട് കഴിയാതെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഇവൻ്റെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരന്ന് പറഞ്ഞു മതം മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറാം, കുഴപ്പമില്ല, അവളുടെ ഇഷ്ടമാണെങ്കിൽ മതം മാറാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊരു ഇതുണ്ട്, രജിസ്റ്റർ മാരേജ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാൻ മാറിക്കോളാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു പൊന്നാനിയിൽ 2 മാസം പോയി എന്ന് മതം മാറണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ എല്ലാം നടത്താമെന്നും പറഞ്ഞ് സെറ്റായിട്ടിരുന്നായിരുന്നു. അന്നേരമാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടിക്കണം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞത് ഇവർ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇവളറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ്റെ വാപ്പയുടെ ഉമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇവനെയും കൂട്ടി ഇനി ഞാൻ മതം മാറില്ല, എൻ്റെ വീട്ടുകാർക്കും ഇത്രയും ഇത് വേണം, അപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ സൈഡ് മാത്രം നിൽക്കണം, ഇവനിങ്ങനെ എന്നോട് തെറ്റ് ചെയ്തിട്ടെന്നും പറഞ്ഞ് അവൾ മതം മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മതം മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അവരെ പ്രകോപിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണ്, ഇവിടെ അടിമാലിയിലുള്ള.
അവിടെ നിന്ന് ഇവൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ മതം മാറണ്ട, എന്നിട്ട് അവൻ അവൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമുക്ക് വാടകയ്ക്ക് താമസിക്കാമെന്നും പറഞ്ഞ് അവൻ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോയതാണ്. എന്നിട്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ കൂട്ടുകാരന്മാർ, അവൻ്റെ ഉമ്മയും വാപ്പയും പെങ്ങളും എല്ലാവരും അവളെ പൂട്ടിയിട്ടു. എന്നിട്ട് വീട്ടിലാന്ന് പറഞ്ഞു. ഇനി 2 മാസം അവളെ നേരെ കാറ് സ്റ്റാർട്ടാക്കി നിർത്തിയേക്കോ, നേരെ കാറിലേക്ക് കയറാനാണെങ്കിൽ റൂം തുറന്നു തരാം, അല്ലാതെ റൂം തുറക്കില്ല എന്നും പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അവളെ ചൂഷണം ചെയ്തു. അതുകൂടാതെ അവളെ മർദ്ദിച്ചു. അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു. ആ പാടി കൂട്ടുകാരി ഇന്നലെ വന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരി കണ്ടു പിറ്റേന്ന്. ഞങ്ങളെ കാണിച്ചില്ല ഇവള്, നേരെ കൂട്ടുകാരുടെ എടുത്തിട്ട്. അത് അന്നേരമാണ് ഞങ്ങൾ അറിയണം അവൻ മർദ്ദിച്ചു എന്നുള്ള കേസ്. അവരെല്ലാവരും കൂടെ കൂടി അത് കഴിഞ്ഞിട്ട് ഇവൾ പോവില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. എന്നിട്ടും അവർ പൂട്ടിയിട്ടത് തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഈ കൂട്ടുകാരീനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ എൻ്റെ ഞാനേനെ വിളിക്കാൻ പോവാം, അപ്പോൾ ഇവനോട് അതൊന്ന് നീ പറഞ്ഞുതരാം, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇവന് കേട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഫോൺ വാങ്ങിച്ചാലും സ്വിച്ച് ഓഫ് ചെയ്താലും കൂട്ടുകാരി അറിഞ്ഞില്ല പൂട്ടിയിട്ടേക്കണത്. അപ്പോൾ കൂട്ടുകാരി എന്നെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ അത് പൂട്ട് തുറന്ന് എന്നിട്ട് അവളെ വെളുപ്പിന് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു, ഉപദ്രവിച്ചിട്ട്. ഇതാണ് ഉണ്ടായത്. എന്നിട്ട് ഇതിൻ്റെ പേരിൽ അവന് മെസ്സേജ്, അത് കഴിഞ്ഞിട്ട് ഇവള് വലിയ വീട്ടിൽ വന്ന് ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഇവനോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ മരിച്ചോ അങ്ങ് മരിക്കുന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇവള് ആത്മഹത്യയാണ്, ആരോടും പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറയണത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ കൂട്ടുകാരി ഇന്നലെ പെങ്ങടെ അടക്കം കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്നെ മാറ്റി വിളിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്, കൂട്ടുകാരിയുടെ ഭർത്താവും. അതിനിടയിൽ റമീസിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. ഇതുകൂടാതെ ശാരീരിക പീഡനം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നീ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കോതമംഗലം പോലീസ് പറഞ്ഞു. എല്ലാ വശങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കും. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം 7:30 കൂടിയിട്ടാണ് പ്രതിയെ അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ മറ്റെല്ലാ വശങ്ങളെ സംബന്ധിച്ചും പോലീസ് പരിശോധിക്കും. ഇപ്പോൾ കുട്ടിയുടെ ഫോണടക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടിയുടെ അമ്മയും സഹോദരനും ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് പരിശോധിക്കും. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അമ്മയുടെയും സഹോദരൻ്റെയും കുട്ടിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ അമ്മയ്ക്കും സഹോദരനും കുട്ടിയുടെ ഉറ്റ സുഹൃത്തുക്കൾക്കും ഒക്കെ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കുട്ടിയുടെ ഫോണും വിശദമായി പരിശോധിച്ചതടക്കം ആത്മഹത്യാ കുറിപ്പും ഉൾപ്പെടെ ഇതെല്ലാം പരിശോധിച്ച് ഉചിതമായ നടപടി പോലീസ് സ്വീകരിക്കും. അതിനിടെ BJP സംസ്ഥാന നേതാക്കളായ ഷോൺ ജോർജ്, കൃഷ്ണകുമാർ, കോതമംഗലം MLA ആന്റണി ജോൺ എന്നിവർ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി. ഇത് ക്ലീൻ കേസ് ഓഫ് ലവ് ജിഹാദ്. കേരളത്തിൽ ഇങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം. മതം മാറ്റാൻ പറയുന്നത് മാത്രമല്ല, മതം മാറാൻ വേണ്ടി നിർബന്ധിക്കുകയും ആ കൊച്ചിനെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ആ കുട്ടിയുടെ കത്തിലൂടെയാണ് കുടുംബം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വലിയൊരു കേസാണ്. പല കുടുംബങ്ങളിലും ഈ കുട്ടിയുടെ ആത്മഹത്യയിലൂടെയാണ് ഇത് പുറത്തു വന്നത്. ഇത് കേരളത്തിൽ ഈ ഒരാഴ്ചയിൽ മാത്രം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് 3ാമത്തെ പരാതിയാണ് എനിക്ക് ലഭിക്കുന്നത്. സമാനമായ കൊട്ടാരക്കരയിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. പോയിട്ട് ആ കുട്ടിയെ തിരിച്ച് വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ ഭീഷണി നേരിടുകയാണ്. നിലമ്പൂരിൽ ഇന്നലെ ഒരു വൈദികൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പെങ്ങടെ കൊച്ച് ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി. ലവ് ജിഹാദ്, ക്ലീൻ കേസ് ഓഫ് ലവ് ജിഹാദാണ്. അപ്പോൾ ഇത് കേരളത്തിലൊരു വലിയ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുന്നു. മീഡിയ സൃഷ്ടി, കോതമംഗലം.